ആൽഫ ക്രിയേറ്റ് ചെയ്യുക, ഒരു റിങ്കിളുടെ ഒരു ആൽഫ ക്രിയേറ്റ് ചെയ്യുക. ഗൂഗിൾ എടുത്തിട്ട് റിങ്കിൾ ആൽഫ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ ആൽഫ കിട്ടും. കണ്ടോ, ഇഷ്ടംപോലെ സാധനം കിട്ടും. നമുക്ക് അതിൽ നിന്ന് എടുക്കാം. അല്ല നമുക്ക് ഒരെണ്ണം ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിളാണ്. ഇത് ഞാൻ യൂസ് ചെയ്യുന്ന മെത്തേഡ് കേട്ടോ. അതിൽ എളുപ്പമുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് ഷേപ്പാക്കി ഇത് ലെയർ ഇട്ടു. എന്നിട്ട് എന്ത് വെച്ചാൽ ഇതിന് ഫിൽറ്റർ ഗോഷ്യൻ ബ്ലർ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഞാൻ ആൽഫ എന്ന് പറയും, റിങ്കിൾസ് എന്ന് പറഞ്ഞാൽ സേവ് ചെയ്യും, റിങ്കിൾ. ഓക്കെ, ഇനി വേണമെങ്കിൽ ഇപ്പോൾ ഇതിൻ്റെ കൂടത്തിൽ ഇതിനെ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് ആൽഫയായിട്ട് ഞാൻ സേവ് ചെയ്തു. എക്സ്ട്രാ വേറെ ആൽഫയായിട്ട് റിങ്കിൾ 2. നമ്മൾ നേരത്തെ ആൽഫ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബ്രഷ് ചെക്ക് ചെയ്യുക. വേറെ ബ്രഷ് ആയിരിക്കും ഇത്. സ്റ്റാൻഡേർഡ് ബ്രഷ് ചെക്ക് ചെയ്യുക, ആൽഫ എടുക്കുക, ഇമ്പോർട്ട്. നമുക്ക് രണ്ടും ഒരുമിച്ച് ഇമ്പോർട്ട് ചെയ്യാം. ഡ്രാഗ് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ആ ബ്രഷ് സെലക്ട് ചെയ്യുക, റിങ്കിൾ ബ്രഷ് എടുക്കുക. എന്നിട്ട് ഇപ്പോൾ ഡ്രാഗ് ബ്രഷ് വെച്ച് നമുക്ക് ചെയ്യാം. ഡ്രാഗ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അപ്പം നമുക്ക് കുഴിഞ്ഞെണ്ണ അറിയാമല്ലോ, നമ്മൾ ഓൾട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ അത് പുറത്തോട്ടാണ് തന്നെ. അപ്പോൾ ഓൾട്ട് പ്രസ് ചെയ്യുക. കണ്ടോ, ഒന്ന് സ്മൂത്ത് ചെയ്ത് കഴിഞ്ഞാൽ റിങ്കിളായി. മനസ്സിലായി? ഇപ്പോൾ സ്മൂത്ത്നെസ് വാല്യൂ കൂടുതലാണ്. അപ്പോൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് സ്മൂത്ത് ബ്രഷിൻ്റെ വാല്യൂ കുറയ്ക്കുക. കണ്ടോ, റിങ്കിളായ സംഭവം. ഇനിയിപ്പോൾ നേരത്തെ ഇമ്പോർട്ട് ചെയ്ത ആ ഇതെടുത്തിട്ട് നമുക്ക് കോർണർ വേണം കൊടുക്കാം. കണ്ടോ, ഇങ്ങനെയും ചെയ്യാം. ഡ്രാഗ് ബ്രഷ് അല്ലാതെ നമുക്ക് വേണമെങ്കിൽ നോർമൽ ഫ്രീ ഹാൻഡ് ബ്രഷ് എടുത്തും വരയ്ക്കാം, അങ്ങനെയും വരയ്ക്കാം. അതൊരു ഗുണം എന്ന് പറഞ്ഞാൽ ഫ്രീ ഹാൻഡ് ബ്രഷ് എടുക്കുമ്പം ഇപ്പം ഞാൻ ഡ്രാഗ് ടൂൾ ഇതെടുത്തിട്ട് ഇപ്പം ഇവിടെ വലിയൊരു റിങ്കിളുകൾ വരയ്ക്കുകയാണെങ്കിൽ ഈ ആൽഫയുടെ വലിപ്പം കൂടി പോവുകയാണ്. എനിക്ക് ലെങ്ത് കൂടുന്ന വെച്ച് സ്കെയിലും കൂടും. അപ്പോൾ അതിന് എളുപ്പമെന്ന് വെച്ചാൽ ഫ്രീ ഹാൻഡ് എടുക്കുക, വരയ്ക്കുക. കണ്ടോ, വലിയ ശ്രദ്ധിക്കണേ. കണ്ടോ, നമുക്ക് ലെങ്തി വരയ്ക്കുമ്പോഴും ആ ഒരു വലിപ്പം സെയിം തന്നെ ആയിരിക്കും.